നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് 13-ാം വാർഡ് മംഗലം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ആഗ്രഹത്തിനായി ഇലക്ഷൻ കമ്മീഷൻ പച്ചക്കൊടി വീശി. ഫോട്ടോഗ്രാഫറായ സന്തോഷ് സെബാസ്റ്റ്യൻ മത്സരിക്കുന്നത് ക്യാമറ ചിഹ്നത്തിൽ. ഒരു സ്ഥാനാർത്ഥിയുടെ വലിയ ആഗ്രഹമായിരിക്കും തന്റെ ഇഷ്ടപ്പെട്ട വസ്തു തിരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിക്കണമെന്നത്. പലർക്കും ആ ആഗ്രഹം വെറും ആഗ്രഹമായി അവശേഷിക്കും. എന്നാൽ നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് 13-ാം വാർഡ് മംഗലം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ആഗ്രഹത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പച്ചക്കൊടി വീശി. ഫോട്ടോഗ്രാഫറായ സന്തോഷ് സെബാസ്റ്റ്യന് കിട്ടിയത് തന്റെ ജീവിതോപാധിയായ ക്യാമറ ചിഹ്നം. വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് സന്തോഷ് മത്സരരംഗത്തുള്ളത്. ജീവിതമാർഗവും തിരഞ്ഞെടുപ്പ് ചിഹ്നവും തമ്മിലുള്ള അപൂർവമായ ബന്ധം സന്തോഷിന് മത്സരിക്കാൻ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നു. കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം ഫോട്ടോഗ്രാഫറായി രംഗത്ത് സജീവമാണ് സന്തോഷ് സെബാസ്റ്റ്യൻ. തിരഞ്ഞെടുപ്പ് ചിഹ്നവും ക്യാമറ തന്നെയായപ്പോൾ വോട്ടർമാരെ ചിഹ്നം പരിചയപ്പെടുത്താൻ എന്ന പണി ഇല്ലാതായി. പുറത്തിറങ്ങുമ്പോഴെല്ലാം ക്യാമറ നെഞ്ചോട് ചേർത്താണ് ഇപ്പോൾ നടപ്പ്. സന്തോഷിന്റെ സ്ഥാനാർത്ഥിത്വവും ചിഹ്നവും വോട്ടഭ്യർത്ഥനാ രീതിയുമെല്ലാം വോട്ടർമാർക്കിടയിൽ തരംഗമായി മാറിയിട്ടുണ്ട്. പൊതുതിരഞ്ഞെടുപ്പിൽ കന്യാംഗക്കാരനാണെങ്കിലും മണ്ഡലത്തിലുടനീളം സന്തോഷാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. 2.5 പതിറ്റാണ്ട് കാലത്തെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ സുഹൃത്ത് വലയവും ബന്ധങ്ങളുമാണ് സന്തോഷിന് ഊർജ്ജമാവുന്നത്. ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ 60 വയസ്സ് തികഞ്ഞ മുഴുവൻ പേർക്കും പ്രതിമാസം 10,000 രൂപ പെൻഷൻ എന്ന സംഘടനയുടെ വലിയ ആശയമാണ് പൊതുതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്കുപ്പായമണിയാൻ സന്തോഷിന് പ്രചോദനമായത്. ഈ ആശയം വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതോടെ വോട്ട് സ്വന്തമാക്കാനുള്ള സന്തോഷിന്റെ അധ്വാനവും കുറഞ്ഞു. രാവിലെ ക്യാമറയുമായി സന്തോഷും സംഘടനാ നേതാക്കളും സുഹൃത്തുക്കളും വോട്ടർമാരെ കാണാനിറങ്ങും. മുന്നണികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും വർഗീയത വളർത്തുന്ന സ്ഥാനാർത്ഥി നിർണയ മാനദണ്ഡങ്ങളുമെല്ലാം വോട്ടർമാരുമായി സംവദിക്കും. വ്യക്തിബന്ധങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിശ്വാസം തനിക്കുണ്ടെന്ന് സന്തോഷ് സെബാസ്റ്റ്യൻ പറയുന്നു. പ്രിയരെ, സന്തോഷ് സെബാസ്റ്റ്യൻ എന്ന ഞാൻ ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മംഗലം ഡിവിഷനിൽ നിന്നും നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംഘടനയുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിക്കുന്നത്. മംഗലം വികസനം ഏതൊരു മംഗലം നിവാസിക്കുള്ളതുപോലെ എൻ്റെയും സ്വപ്നമാണ്. OAPയുടെ ആശയം എന്നുള്ളത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യനീതി, തുല്യ പരിഗണന നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി കർഷകരുടെ ഉന്നമനത്തിന്, അശരണരുടെ രക്ഷയ്ക്ക്, വ്യവസായ പുരോഗതിക്ക്, അങ്ങനെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ്റെയും എൻ്റെയും ആഗ്രഹം. ഒരുപാട് വാഗ്ദാനങ്ങളെക്കാൾ ഈ നാടിൻ്റെ ഹൃദയമിടിപ്പാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങളാണ് എൻ്റെ മൂലധനം. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ ജീവിതോപാധിയായ ക്യാമറ തന്നെയാണ് ഞാൻ എൻ്റെ ചിഹ്നമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ വാർഡ് 11-ലും വടക്കഞ്ചേരി പഞ്ചായത്തിലെ വാർഡ് 6-ലും വൺ ഇന്ത്യ വൺ പെൻഷൻ സംഘടനയ്ക്ക് സ്ഥാനാർത്ഥികളുണ്ട്. UTV ന്യൂസിനു വേണ്ടി ക്യാമറമാൻ വിനയരാജനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.